ഹായ് ഡിയർ ഓൾ, എല്ലാവർക്കും ഇൻഗ്രീഡിയൻസിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്നൊരു ചിക്കൻ ഫ്രൈഡ് റൈസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. വരൂ. ഇവിടെ 2 ഗ്ലാസ് ലോങ് ഗ്രീൻ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. 4-5 പ്രാവശ്യം വെള്ളം തെളിയുന്നത് വരെ കഴുകി അരമണിക്കൂർ കുതിർക്കാൻ വെക്കാം. ഇതുപോലെ വെള്ളം തെളിയുന്നത് വരെ കഴുകിയെടുക്കണേ. ചോറ് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം വെച്ചിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് മുറിച്ചെടുക്കാം. ഇതുപോലെ ചെറിയ നീളത്തിലങ്ങ് മുറിച്ചെടുത്താൽ മതിയാവും. ഇത് നമ്മൾ വറുത്തെടുക്കേണ്ട ചിക്കൻ പീസസ് ആണ്. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, 1.5 ടീസ്പൂൺ സോയാ സോസ്, കുറച്ച് ഉപ്പ്, ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ചിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞു. ഇനി നമുക്കതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ആ കൂട്ടത്തിൽ തന്നെ കുറച്ച് ഉപ്പ്, കുറച്ച് നാരങ്ങ നീര്, 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അരി വേവിച്ചെടുക്കുമ്പോൾ വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു 70-75% വെന്താൽ മതി. ഫ്രൈഡ് റൈസ് ചെയ്തെടുക്കുമ്പോൾ അരിയുടെ വേവ് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളവിടെ നിന്ന് അരി വേവിച്ച് വാർത്തിട്ട് അടുത്ത കാര്യങ്ങൾ ചെയ്താൽ മതിയാവും. ഇപ്പോൾ നമ്മൾ ചോറ് വാർത്ത് കഴിഞ്ഞു. കറക്റ്റ് പരുവത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ, ഇഞ്ചി 1 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞത്, ടൊമാറ്റോ സോസ്, സോയാ സോസ്, വിനാഗിരി, ഇവിടെ ഗ്രീൻ ചില്ലി സോസാണ് ഞാൻ എടുത്തിട്ടുള്ളത്, 2 മുട്ട, കുരുമുളക് പൊടി, ഉപ്പ്, സൺഫ്ലവർ ഓയിൽ, പിന്നെ കുറച്ച് പഞ്ചസാര അജിനോമോട്ടോയ്ക്ക് പകരം. പിന്നെ നമ്മൾ പച്ചക്കറികൾ ബീൻസ് എടുക്കുന്നുണ്ട്, ക്യാബേജ്, ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. നമുക്ക് കൂടെ ക്യാരറ്റ് എടുക്കുന്നുണ്ട്, ക്യാപ്സിക്കം, നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം, ഒരു കളറേ ഉള്ളെങ്കിൽ അതാണെങ്കിലും മതിയാവും. ഇവിടെ നമുക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് ഞാനത് എടുത്തു എന്ന് മാത്രം. 3 കളറും നമ്മൾ ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കാം. പിന്നെ നമ്മളിതിൽ സ്പ്രിംഗ് ഒണിയൻ ഇടുന്നുണ്ട്. അതിൻ്റെ വെള്ള ഭാഗം നമ്മൾ റൈസ് വേവിക്കുന്നതിന് തൊട്ട് മുമ്പും പച്ച ഭാഗം ഗാർണിഷിങ്ങിനുമായിട്ട് എടുക്കാം. ഇത് പിന്നെ സെലറിയാണ്. സെലറി ഒരു ചെറിയ തണ്ടിട്ടാൽ നല്ല ഒരു മണവും രുചിയുമാണ്. അതിൻ്റെ ഇല ഉൾപ്പെടെ നമുക്ക് അരിഞ്ഞ് ചേർക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് വറുത്തെടുക്കാം. ഒരുപാട് ഡ്രൈ ആയിട്ട് വറക്കണ്ട, സോഫ്റ്റായിട്ട് തന്നെ അതിരിക്കണം. ഇപ്പം നമ്മൾ ചിക്കൻ റെഡിയാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു വിസ്താരമുള്ളൊരു കടായിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, സ്പ്രിംഗ് ഒണിയൻ്റെ വെള്ള ഭാഗം, ഇതെല്ലാം ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് വഴണ്ട് പോവണ്ട. നമ്മളതിലേക്ക് തന്നെ ബീൻസ്, അരിഞ്ഞു വെച്ച വെജിറ്റബിൾസ് എല്ലാം ചേർക്കാം. ബീൻസ്, ക്യാരറ്റ്, ക്യാബേജ്, ക്യാപ്സിക്കം എല്ലാം തന്നെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചൈനീസ് ഡിഷ് ചെയ്യുമ്പോൾ നമ്മുടെ കുക്കിംഗ് ടൈം വളരെ കുറവാണ്. വെജിറ്റബിൾസ് ഏകദേശം വാടിക്കഴിഞ്ഞപ്പോൾ അതിലേക്ക് തന്നെ നമുക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. വെജിറ്റേറിയൻസിന് ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അതിലേക്ക് നമ്മൾ ഉപ്പ്, കുരുമുളക് പൊടി, ഇതെല്ലാം ചേർത്ത് എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പച്ചക്കറികൾക്ക് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് നമുക്ക് വറുത്ത് വെച്ച ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അതിലേക്ക് ടൊമാറ്റോ സോസ്, സോയ സോസ്, ഗ്രീൻ ചില്ലി സോസ്, ഇതിന് പകരം റെഡ് ചില്ലി സോസ് ആണെങ്കിലും എടുക്കാം കേട്ടോ, കുറച്ച് വിനാഗിരി, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച് റൈസ് ചേർത്ത് വളരെ പതുക്കെ പൊടിയാതെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുവാണേ. നമ്മൾ അജിനോമോട്ടോ ഇവിടെ ചേർക്കുന്നില്ല. നമ്മൾ റൈസിലേക്ക് അല്പം ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ അങ്ങ് മിക്സ് ചെയ്തങ്ങ് റെഡിയാക്കി എടുക്കാം.
അതിലേക്ക് സ്പ്രിംഗ് ഒനിയൻ്റെ പച്ച ഭാഗവും സെലറി അരിഞ്ഞതും കൂടെ ചേർക്കാം. സെലറിയുടെ ഇല പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അരിയുടെ വേവ് കറക്റ്റാണെങ്കിൽ നല്ലൊരു ഫ്രൈഡ് റൈസ് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ലാസ്റ്റായിട്ട് നമുക്ക് അല്പം കുരുമുളക് പൊടിയും കൂടെ തൂകിയിട്ട് നമുക്കതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഇപ്പം നല്ല കറക്റ്റായിട്ടുണ്ട് എല്ലാം. നല്ലൊരു ടേസ്റ്റുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഫ്രൈഡ് റൈസ് നമുക്ക് അല്പം ചില്ലി ചിക്കനൊപ്പം കഴിച്ച് നോക്കാം. വളരെ എളുപ്പം നമുക്ക് തയ്യാറാക്കിയെടുക്കാമല്ലോ. പച്ചക്കറി അരിയേണ്ട ഒരു താമസം മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവരും ഒന്ന് കഴിച്ച് നോക്കൂ. അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഡിയർ ഓൾ. നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബി ഹാപ്പി, സ്റ്റേ പീസ്ഫുൾ ആൻഡ് ടേക്ക് കെയർ. ബൈ.